ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ധാരാളമായി നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കു വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗം കാരണം, ശരീരഭാഗത്തുള്ള പലവിധ രോഗവിഷയങ്ങൾ കാരണം ഒത്തിരി വേദന സഹിച്ച് ഉറങ്ങാൻ പോലും പറ്റാത്ത ധാരാളം പേരുണ്ട്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 38 വർഷം ബെത്സെദ കുളങ്ങരയിൽ കഴിഞ്ഞിരുന്ന ഒരു തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയത് നമുക്ക് ഇന്ന് വചനഭാഗം വായിച്ചു കേൾക്കാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ ആ അത്ഭുത പ്രവൃത്തിയിൽ നമുക്കും വിശ്വസിക്കാം. നമുക്ക് പറയാം, കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ സുഖമാകും. എന്നെ സുഖപ്പെടുത്തണമേ, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നോട് കൃപയുണ്ടാകണമേ, നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ആവർത്തിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിന് ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്ത് ആയിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഈ രോഗകാരണം ഞങ്ങളുടെ തന്നെ പാപാവസ്ഥയാണ് എന്ന് നീ വ്യക്തമാക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണല്ലോ. ഈ പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. കർത്താവേ, ഞങ്ങൾക്ക് സ്വയമേ രക്ഷപ്പെടാൻ സാധിക്കാത്ത ഈ അവസ്ഥയിൽ നിന്ന്, ഞങ്ങളുടെ ഈ ബന്ധന അവസ്ഥയിൽ നിന്ന്, ശാപാവസ്ഥയിൽ നിന്ന് നിൻ്റെ ശക്തമായ കരം ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ, സൗഖ്യത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ. കർത്താവേ, ബെത്സദ കുളങ്ങരയിലുള്ള അനേകം കുരുടരും ചെകിടരും തളർവാദ രോഗികളെയും പോലെ ഞങ്ങൾ ഇന്ന് ഓരോരുത്തരും പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവരാണ്. ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗികൾ, കിഡ്നി രോഗികൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ,
ഷുഗർ, പ്രഷർ, മറ്റെല്ലാ രോഗങ്ങൾ കർത്താവെ അനേകം പേര് രോഗികളായി മാറിയിട്ടുണ്ട്. കർത്താവെ, ഇത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണോ, ജീവിതത്തിൽ ഉള്ള അല്ലലും അലച്ചിലുകളും വേദനയും നിസ്സഹായ അവസ്ഥയും കാരണമാണോ, ഞങ്ങളുടെ പാപാവസ്ഥയാണോ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമേ. ഞങ്ങളോട് നീ സംസാരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നീ സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. കർത്താവേ, പല്ലുവേദനയുള്ള എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദന ശരീരമാസകലം വേദന സഹിക്കാൻ വയ്യാതെ രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അനേകം വ്യക്തികളുണ്ട്. ഈശോയെ, ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ വലത്ത് കൈയിൽ സൗഖ്യമുണ്ട്. നീ സൗഖ്യത്തിൻ്റെ ദൈവമാണ്, സൗഖ്യദാതാവായ ദൈവമാണ്. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നിൻ്റെ വചനമയച്ച് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച കർത്താവേ, ഈ രാത്രിയിൽ നിൻ്റെ വചനമയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തിനെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തെ, ഇന്ദ്രിയങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് അങ്ങ് തന്നെ വാഗ്ദാനം ചെയ്തു. കർത്താവേ, ഇന്ന് ഞങ്ങളത് ഓർമ്മിപ്പിച്ചു തരുന്നു. ആ വചനം നീ ഇന്ന് ഓർത്ത് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പാപാവസ്ഥയിൽ നിന്ന്, ബന്ധനാവസ്ഥയിൽ നിന്ന്, ശാപാവസ്ഥയിൽ നിന്ന്, കർത്താവേ, ഈ പരിത്യക്താവസ്ഥയിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നീ ഞങ്ങളെ സുഖപ്പെടുത്തിയാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാകും. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ കാണണമേ. ഞങ്ങളെ നീ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നാളത്തെ പ്രഭാതത്തിൽ നിൻ്റെ മഹത്വം ദർശിച്ച് എഴുന്നേൽക്കുവാനും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഇന്ന് രാത്രിയിൽ നിൻ്റെ അത്ഭുത സൗഖ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ വേദന മറന്ന്, സങ്കടങ്ങൾ മറന്ന് നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് പരിപൂർണ സൗഖ്യം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാ വിപത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കരം നമ്മെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.